കേരളത്തിൽ ഭാരതായിലെ പെൺകുട്ടിയെ വീണ്ടും CPM തന്നെ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മെമ്പർ ഹരീന്ദ്രൻ പ്രഖ്യാപിച്ചത് ഭാരതായിലെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ നീതി നിഷേധിക്കപ്പെടാതിരിക്കാൻ അക്രൂരനായ കാമപരിയനായ പീഡകന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ രംഗത്തിറങ്ങിയത് മതം നോക്കിയിട്ടാണോ എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആ പ്രതിയെ, BJP-യുടെ നേതാവ് കൂടിയായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു. കേരളത്തിലെ കേരളത്തിലെ ഹൈക്കോടതി, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാണ് ആ പ്രതിക്ക് വലിയ ശിക്ഷ കിട്ടിയത്. കോടതി പറഞ്ഞു, ആ കുട്ടിയോട് നീതി ചെയ്യാൻ കേരളത്തിലെ ശിശുക്ഷേമത്തെ നിയന്ത്രിക്കുന്ന മന്ത്രാലയത്തിന് സാധിച്ചിട്ടില്ല. കൗൺസിലിംഗ് സമയത്ത് വളരെ മോശമായ ചോദ്യങ്ങളും ഹരാസ് ചെയ്യുന്ന സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ തേജോവധം ചെയ്തത് കുടുംബം പരാതിപ്പെട്ടിട്ടും 6 വർഷത്തോളം അത് കണ്ടില്ലെന്ന് നടിച്ചു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവസാനം എല്ലാത്തിനും ശേഷം വിധി വന്നപ്പോൾ കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോർട്ട് നാടകത്തിന് ചിലർ തയ്യാറായി. ഇപ്പോൾ പറയാണ്, ഈ പെൺകുട്ടികളെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം, നീതിക്ക് വേണ്ടി പൊരുതിയ ജനതയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം മതം കലർത്തി, വംശീയ വിദ്വേഷം കലർത്തി പ്രചരിപ്പിക്കാൻ CPM തയ്യാറാകുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് എങ്കിൽ കേരളം അതിനെ പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് എല്ലാ വിഷയങ്ങളെയും വംശീയമായി ചിത്രീകരിച്ചു മതത്തിന്റെ പേരിൽ ചേരിതിരിവുണ്ടാക്കി കേരളീയ സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന ശ്രമങ്ങൾ CPM അവസാനിപ്പിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതിന്റെ ഒടുവിലൊക്കെ ഉദാഹരണമാണ് ഭാരതായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിനെ ഹിന്ദു മുസ്ലിം വിഷയമായി നയിക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോ നീതിക്ക് വേണ്ടി പൊരുതിയ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലെ പീഡിതരാകുന്ന നിരവധി പെൺകുട്ടികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ജനകീയ സമരത്തിന് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഉൾപ്പെടെ നിരവധി പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്തത്. അതിനെ മതത്തിന്റെ ചാപ്പകുത്തി, വംശീയതയുടെ ചാപ്പകുത്തി, വർഗീയതയുടെ ചാപ്പകുത്തി ഭിന്നിപ്പിച്ച് അതുവഴി ഏതെങ്കിലും ആളുകളെ രക്ഷിക്കാനും BJP-ക്കാരുടെ കണ്ണിലുണ്ണിയായി മാറുവാനുമാണ് CPM നേതാക്കൾ ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വംശീയമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കങ്ങളെ പ്രതിരോധിക്കും വിധത്തിലുള്ള റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം,